ഈ നീണ്ടു നിവർന്ന് കിടക്കണ തന്നെ നാടാ ഇടുക്കി ഡാം. ഫണ്ടാസ്റ്റിക്. എടാ ഇങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് കാണാണ്ടോ ഇനി? ഇല്ലല്ലേ, ഇതിലും ഭേദം മുകളിലോട്ട് കയറണല്ലേ. മുകളിലോട്ട് കയറുന്ന അങ്ങോട്ട് പോകുന്നത് അത് കാണാൻ തുടങ്ങി. നമുക്ക് ആ തുരുത്തിൽ ഒരു ദിവസം പോവായിരുന്നു. എനിക്കും പോണെന്നുണ്ട്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞല്ലോ ആ തുരുത്ത്. ഈ തുരുത്ത് ആ തുരുത്തിൽ പോവായിരുന്നു. അതിലേക്ക് പോണെങ്കിൽ അങ്ങ് നടക്കണ്ടേ താഴേക്ക്. അത് കട്ടപ്പനെ കൂടെ പോണോടാ. ഇതിലിറങ്ങാൻ പറ്റില്ല. ഇതിലെ പറ്റും, ഒത്തിരി നടക്കണം. അതിലെന്താ നമ്മൾ കട്ടപ്പനെ കൂടെ പോകുന്നതാണ് നല്ലത്. ഇവിടെ താഴെ ഇറങ്ങാന്നല്ലേ, താഴെ പുഴയിലേക്ക് ഇറങ്ങാന്നല്ലായിരുന്നു ചേച്ചി പറഞ്ഞേ. ഇതിപ്പോ ഇവര് കയറി വന്ന വഴി ഈ കാടിനകത്തല്ലേ നിന്റെ അപ്പൻ സ്ഥലം എടുത്തേക്കുന്നത്? അത് തന്നെ. ഇതാണ് കാട്ടി പോവാന്ന് പറഞ്ഞ ടുട്ടു. വിളിക്ക് പോവാന്ന് പറ. ഈ കാട്ടി പോയിട്ട് തിരിച്ച് കയറി ഇങ്ങോട്ട് വരണമെങ്കിൽ എന്നെ പാടാന്നറിയോ? അത് ഇറങ്ങി പോകുന്നവരല്ല, രാവിലെ പോയാൽ വൈകിട്ട് കയറി വരാം. അതാ അവസ്ഥ. അങ്ങോട്ട് വലിയ കുഴപ്പമില്ലടാ, ഇറക്കമൊക്കെ ആയതുകൊണ്ട് തിരിച്ചിരുന്നൊക്കെ ഇറങ്ങിയുണ്ട്. ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ വേനൽ വന്നോണ്ട് പുല്ലെല്ലാം കരിഞ്ഞു പോയോണ്ടാ ഒരു രസമില്ലാത്ത. നല്ല ഇളം പച്ച പുല്ലായിട്ട് ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ അല്ലേ. അപ്പം പിന്നല്ലാണ്ട് ഞാൻ പിന്നെ വേറെ വല്ലോട്ടം പിടിക്കണം. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും മഞ്ഞ് കയറുമായിരിക്കും അല്ലേ? മഴക്കാറ് കയറുന്നുണ്ട്, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഒരു ചെറിയ മോഡലായിട്ട് നിൽക്കുന്നില്ലേ. ഈ താഴത്തെ കാട്ടിൽ ആൾതാമസമുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ ഇതിന്റെ അപ്പുറം കാണുന്നവിടുത്തെ ആൾതാമസം കാണത്തില്ലല്ലോ. അത് ഫുള്ള് ഫോറസ്റ്റാ. ആ ഏരിയയൊക്കെ നമ്മുടെ കോട്ടയം സൈഡൊക്കെ ആയിരുന്നു. ആ സൈഡോ? ആ കാണുന്ന ആ വലിയ മല നീ നോക്കിക്കോ, കോട്ടയം ഇല്ലിക്കൊക്കെ ആ ഒരു ഭാഗമൊക്കെ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വന്നായിരുന്നല്ലേ, ആ മലയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അത് ശരിയാടാ, ഇപ്പൊ മഴക്കാറ് കയറുന്നു. ആ ബിൽഡിംഗ് കണ്ടോ നീ? ഏത് ബിൽഡിംഗ്? ഒരു നിയമസഭ. ആ ബിൽഡിങ്ങിന് തൊട്ടടുത്ത് കൂടെ നമ്മൾ പോകുന്നത്. ലബ്ബക്കടയാ സ്ഥലം. ലബ്ബക്കട. അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ ആ വഴിക്കല്ല പോകുന്നത്. നമുക്ക് മുകളിലോട്ട് കയറാന്നോ? ആ വലിയ പാറയില്ലേ, ആ വലിയ പാറയുടെ അവിടെ പോവാം. അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ പുള്ളിക്കാരി കേട്ടിട്ട് അതിൽ തന്നെ കയറിക്കോളാൻ പറയും. അങ്ങോട്ട് വരാം. ആദ്യം ഇവിടെ ഒന്ന് കാണട്ടെ. ഇടുക്കി ഡാം നീണ്ട് നിവർന്ന് കിടക്കുക. ഒന്ന് മൈൻഡൊക്കെ സെറ്റ് ആവാൻ പറ്റിയവർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്.
നല്ല കാറ്റും കൊണ്ട്. പൊരുവേലത്തൊന്നും വന്നിരിക്കില്ലേ, ചത്തു. ഇവിടെ നിന്ന് പഴുക്കും. ദൈവമേ, വഴി മാറിപ്പോയില്ലേ. ഇനി വഴി ഇതിലേ കൂടി ഒരു വഴിയുണ്ട്. ഈ വഴി കയറിപ്പോയി. ഓ പെട്ട് സീൻ. ഞാനിതിലേ പോവും. ഇതല്ല വഴി. ഓ ഗൈസ്, മൂഞ്ചി. പാറപ്പൊക്കത്തെ കൂടിയൊക്കെ ഓടിച്ചാടി. ആഹാ, ഉയരം കൂടുന്തോറും വ്യൂവും കൂടും. അവരുടെ ഒച്ച അപ്പുറന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താ പൊക്കം പോയി നോക്കാം. കുട്ടേട്ടാ, കാണാനില്ലല്ലോ. അയ്യോ, എടാ കിട്ടി. വഴി മാറിപ്പോയാ. ഇത് കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ തീയിട്ട് കത്തിച്ച് കളഞ്ഞാണോ അതോ തീ പിടിച്ച് കത്തിപ്പോയതാണോ എന്നറിയില്ല. എന്തായാലും കാട് തെളിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ട്. പിന്നല്ലാണ്ട് എൻ്റെ മോനെ. ഓ, ഞാൻ അവിടം വരെ കയറി വന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോകണ്ടേന്നായിപ്പോയി. അപ്പോ എടാ, അതാണ് അഞ്ചുരുളി. ഏത് ഈ കാണണോ? ഈ അഞ്ചുരുളി ടണലിന്ന് വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണ് ആ കാണുന്നത്. എടാ, നമ്മൾ അന്ന് ഇപ്പൊ ഇവിടെ അല്ല വന്നേക്കുന്നേ. ഓ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. സെറ്റപ്പ് ആയിട്ടുണ്ട്. എടാ, ഈ കാറ്റിനകത്താണ് ഇവളുടെ അപ്പം ഏലം എടുത്തേക്കുന്നത്. ഇത് മറ്റേ നീ കഴിഞ്ഞ ദിവസം ഇറങ്ങി പോണോന്ന് പറഞ്ഞില്ലേ? ഈ ഇറങ്ങി പോയിട്ട് എങ്ങനെ കയറി വരും? എവിടത്തിലേ കൂടി? അതെ, ഇതിലേ ഇറങ്ങി പോണത്. എടാ, ദേണ്ട ഈ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ? ആ പോസ്റ്റിന്റെ ഒഴിക്കാ. ആ, ഏത് ഈ കാണുന്ന ദൂരത്താണോ? അതിന്റെ അടുത്ത് വരെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പണ്ട്. വെള്ളത്തിനടുത്ത്. അത് ഈ കാട്ടിനകത്ത് കൂടെ ഇറങ്ങി പോകാം എപ്പോഴും. പക്ഷെ വഴി പോക്കും ഇറങ്ങി പോകുന്നതിന് കുഴപ്പമില്ല. കയറി വരുമ്പോൾ നമ്മൾ ശരിക്കും മടുക്കും. ഒരു ദിവസം മുഴുവൻ വേണം, ഒരു ഡേ ടൈം മുഴുവൻ വേണം കയറി ഇറങ്ങി പോയിട്ട് കയറി വരണം. ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കുമല്ലോ. എങ്ങനെയാടാ? ആ മലയാണ് കാൽവരി മൗണ്ട്. ഏത് ഈ മലയാ? ഈ ഒരു ടൂറിസം ആയിട്ട് തുറന്നു കൊടുത്തേക്കുന്ന സ്ഥലം. ഈ വ്യൂ കാണാനായി. കാറ്റ് പിടിക്കുന്നു, കാറ്റ് പിടിക്കുന്നു. ഇപ്പൊ താഴെ പോയേനെ. ഇപ്പം മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല ഇതിൽ ഇപ്പൊ ഇവിടത്തെ കിട്ടുന്നതിനേക്കാളും നല്ല കാറ്റുണ്ടായിരിക്കും അല്ലേ മുകളിലോട്ട്? കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്നേ ഉള്ളൂ വ്യൂവിനല്ലേ. കുരിശിന്റെ ഒഴിക്കാ. പിന്നെ കിട്ടുന്നുണ്ട് വീഡിയോയാ. ഇതിനകത്ത് ഫോട്ടോ എടുക്കാം സ്പോട്ടിൽ തന്നെ.
ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ കയറി വന്നായിരുന്നെങ്കിൽ പഴുത്തേനല്ലേ. പിന്നല്ലാണ്ട് പറഞ്ഞത് പാറയ്ക്ക് ചൂടാ തൊട്ട് നോക്കുമ്പോൾ, നല്ല ചൂടുണ്ട്. ഇവിടെ ഈ വൈകിട്ട് ആ കാണുന്ന ഷെഡൊക്കെ വ്യത്യാസം ഉണ്ടാക്കിയതാ കഴിഞ്ഞ വർഷം കൊണ്ട്. കഴിഞ്ഞ ഈസ്റ്ററിനുണ്ടല്ലോ ആ ആ കാണുന്ന മല ഉണ്ട്, ആ ആ മലയുടെ അവിടെ ഇല്ലേ, ആ അവിടെ ഇതുപോലെ തന്നെ ഒരു പാറയുണ്ട്. എന്നായിരുന്നു ഞാനും അപ്പൻ്റെ കുറച്ച് കൂട്ടണന്മാരൊക്കെ നിങ്ങൾ പോയി ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് 2 ടെണ്ണന്മാരെ പിടിച്ചിട്ട് സെറ്റല്ലേ നൈറ്റ് ഇരിക്കുമ്പോൾ. അന്ന് രാത്രി നല്ല തണുപ്പാണ്. ആ ഇതുണ്ട് അതിൽ കൂടി കയറി വന്നു നോക്കി. കരി ആ ഇതിനകത്ത് തീയിട്ടേക്കല്ലായിരുന്നു, ഡ്രസ്സ് മൊത്തം കരിയിപ്പോയി. ഇതുണ്ടോ പാൻറ് കണ്ടോ ഫുള്ള് കരി. അയ്യോ ഇത് നിനക്കിത് കൊണ്ടുവരാനുള്ളതാണോ? ഏതല്ല വേറെ ഉണ്ട്, വേറെ പാൻറ്റുണ്ട്. പോയി കഴിഞ്ഞാൽ ഈ താഴെയല്ലേ കിടക്കുള്ളൂ. കുപ്പിച്ചില്ലുണ്ടല്ലേ അതിൻ്റെ അല്ലേ ഈ തിട്ട ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഈ തിട്ടല്ലേ കിടക്കുള്ളൂ. അങ്ങോട്ടേക്ക് ഉരുണ്ട് പോകുന്നു. പിന്നെയും താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഒരു ബോഡി വരുന്നത്. ഇവിടെ ഇന്ന് മഴ പെയ്യുന്ന കാണാൻ നല്ല രസമായിരിക്കും. ഓരോ അത് കണ്ടിട്ടുണ്ട്. ഓരോ മലയിൽ ഇങ്ങനെ ഒരു പൈപ്പ് തുറന്നിട്ട പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വീണോണ്ടിരിക്കും. ഞാൻ ഇല്ലിക്കല്ല് പോയപ്പോ കണ്ടിട്ടുണ്ട്. ആ ഈ മഴ പെയ്യുന്നുണ്ടല്ലോ, മഴ പെയ്യണത് ഒരു പ്രദേശം മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് പെയ്യുമല്ല. നമ്മൾ ചുമ്മാ പൈപ്പ് നമ്മൾ തുറക്കുമ്പോൾ വെള്ളം പോവില്ലേ, അതുപോലെയാണ് മഴ പെയ്യണത്. നേരെ ഒരു ഘട്ട മേഘത്തിൽ നേരെ താഴേക്ക് ഇങ്ങനെ ഒറ്റ പതിക്കല. ആ അതാ കാണേണ്ടത്. അത് നല്ല രസം, നല്ല സെറ്റപ്പ് പരിപാടിയാ അത്. അന്ന് ഞാനും അപ്പും കൂടെ അപ്പും കൂട്ടണന്മാരൊക്കെ ഉണ്ടെന്നു. അന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴേക്കും അങ്ങേ ആ മലയിൽ മാത്രം, ആ ഒരു മലയിൽ മാത്രം മഴ പെയ്യും. ഇവിടെ നിന്ന് കാണാം. ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല അങ്ങനെ. ഈ മഴ പെയ്യുന്ന സമയത്ത് ജസ്റ്റ് എങ്ങോട്ട് കയറി വരുന്നൊക്കെ വലിയ ഇടിമിന്നൽ വെക്കൂലേ. ഈ മഴക്കാർ കയറി കാണണം. അങ്ങനെ ഏക്കത്തില്ലായിരിക്കും. ഇവിടെ അങ്ങ് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏക്കുമായിരിക്കും. പക്ഷെ വിജനമായ സ്ഥലമല്ലേ. അതാ ഇതാ വലിയ പാറ കണ്ടോ, ഒരു ഉരുണ്ട പാറ ഇരിക്കുന്നുണ്ടോ ഈ പാറക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് അപ്പുറത്ത്. അതിന്റെ അപ്പുറം ഒരാൾ മരിച്ചു കിടന്നതാ വിഷം അടിച്ച്. വെരി ഗുഡ്. സത്യം കിട്ടും. 2-3 ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ടാ അറിയുന്നേ. കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം ഇങ്ങോട്ടാരും കേറി വരുന്നില്ലായിരുന്നോ, മഴക്കാലമായിരുന്നു. എന്നിട്ട് ശാന്തമ്മ എപ്പോഴും രാവിലെ കണ്ട് പുല്ലി എത്താൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെ മണം അടിച്ചിട്ട് പുള്ളിക്കാരത്തി വന്ന് നോക്കിയപ്പോ ഒരാളിങ്ങനെ കിടക്കുന്നു, അഴുകി കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ പുള്ളിക്കാരത്തി വന്നിട്ട് അപ്പനൊക്കെ ഒരു അരച്ച് അപ്പൻ എന്നൊരു ഫോറസ്റ്റൊക്കെ വിളിച്ച് പറഞ്ഞു. ഈ മലയുടെ പ്രത്യേകത ഒറ്റ മരമില്ല ഇതിനകത്ത്. പാറയിൽ എങ്ങനെ ഉണ്ടായി നിൽക്കാനാടാ, ഫുള്ള് പാറ. ആ പാറയിൽ എങ്ങനെ മരം ഉണ്ടാവാനായിട്ടാ. ആകെ ഉണ്ടായിരുന്ന കാടാണെങ്കിൽ കത്തിപ്പോവുകയും ചെയ്ത്. മരോ താഴേക്ക് ഇഷ്ടം പോലെ മരമുണ്ട്. ഇതുണ്ട് ഇതേ ആ മരത്തിന്റെ ഒക്കെ കളറും ഉണ്ട്, നല്ല പച്ച കളറില്. പച്ചയും ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളറൊക്കെ കയറി വരുന്നുണ്ട്. അതെല്ലാം പഴുത്തായിരിക്കും, ഉണങ്ങിയേക്കണല്ലേ അന്ന്. എടാ അത് കണ്ടോ ഒരു മരം ചുമന്ന കളറിൽ നിൽക്കുന്നത്. അത് ഇതിനകത്ത് കിട്ടത്തില്ല. ചെറുതായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന ഈ പച്ച പോയിരിക്കുന്ന മരമില്ലേ, താഴോട്ട് പോയിട്ടുണ്ടെങ്കിലേ ഒരു 10-100 മീറ്റർ പൊക്കമുള്ള മരങ്ങളായിരിക്കും. നല്ല ഹൈറ്റ് ആയിരിക്കും, നല്ല ഹൈറ്റും ഉണ്ടാവും. ഒരു 50 മീറ്റർ 60 മീറ്റർ ഒക്കെ പൊക്കം വരും ഓരോ മരം. ഈ പണ്ട് ആദ്യമായിട്ട് ഇവിടെ കയറി വന്നപ്പോ തൊട്ട് ഇവൻ പറയണേ ഇവൻ ഈ താഴെ ഇറങ്ങി പോയിട്ടുണ്ട്. അന്ന് തൊട്ട് എനിക്ക് അങ്ങനെ ഈ താഴേക്ക് പോണം. ഞാൻ പോയിട്ടുണ്ട്. അതാ പറഞ്ഞതാ, നീ അന്ന് പറഞ്ഞപ്പോ തൊട്ട് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് അങ്ങ് താഴെ പോയിച്ചിട്ട് മുഖമൊക്കെ കഴുകി തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിനകത്തപ്പോ മൃഗങ്ങളില്ലേ ഇതിനകത്ത്? ഞങ്ങള് പോയി കഴിഞ്ഞാൽ എടാ ഇതിനകത്തുള്ള മൃഗങ്ങളെ ഈ പന്നി, കേഴയൊക്കെ പരുന്ത് നോക്കി എന്നോ കാട്ടുപന്നിയൊക്കെ ഇവിടെ ഉള്ളു, അല്ലാണ്ട് വലിയ മൃഗങ്ങളൊന്നും ഇന്നേവരെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പുറത്തേക്ക് കാണൂലേ,
അപ്പുറത്തോട്ട് ആ സൈഡൊക്കെ കാണുമായിരിക്കും അല്ലേ ഡാമിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഒത്തിരി വേനലാകുമ്പോ കുഞ്ചാസിന് ഇവിടെ ഇരിക്കുമ്പോ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നു അവിടെ വന്നിട്ട്. അതെനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതെപ്പോ അതൊക്കെ എനിക്ക് കാണിച്ചു അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ അത് ഇവിടുന്ന് എടുത്ത പിക്കല്ല, താഴേന്ന് എങ്ങാണ്ട് എടുത്ത പിക്കാ. താഴെ പോയപ്പോ എടുത്തായിരിക്കും. പക്ഷെ അത് പണ്ടോട്ടേ പറയാറുണ്ട്, അങ്ങനെ കാണാറുണ്ടെന്ന്. ആ ആനയുടെ ഒരു ഏരിയ ആയിരിക്കും. ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം അങ്ങോട്ടൊന്നും ജനവാസം ഇല്ലെന്ന് പറയുന്നത്. വേറെ ഇതുപോലെ ഈ മല അതിന്റെ ആ പുറകെ കാണുന്ന മലയില്ലേ, അത് ചുറ്റി ഇങ്ങനെ ഇത്രയും വലിയ അങ്ങ് കാണുന്നുണ്ടോ ആ വെള്ളം, ആ വെള്ളത്തിന്റെ ആ ഒരു ഏരിയയിലൊന്നും താമസം ഇല്ലായിരിക്കും. ഇങ്ങോട്ട് ഫുള്ള് കാടല്ലേ. വളാഞ്ചേരി ഇത്രയും ഭാഗമില്ലേ, ഇത്രയും ഭാഗം വരുന്ന അവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാണുമല്ലേ, ഒരു ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 100 കിലോമീറ്റർ കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന ജീവിയല്ലേ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് ഒരു 365 ദിവസം ക്ലിയർ ചെയ്യാനായിട്ട് ഇത്രയും സ്ഥലം മതിയായിരിക്കും. ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്, 4 സൈഡിലും വെള്ളമല്ലേ, 2 സൈഡിലും വെള്ളമല്ലേ. ഇതിന്റെ അകത്ത് തന്നെ തീറ്റയും കാണുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളം അങ്ങനെ വന്നല്ലേ കണക്ട് ആവുന്നത്. ഈ ആന നീന്തി ഇങ്ങോട്ട് വരില്ലെന്ന് തന്നെ ഉറപ്പ്. ആന നീന്തി വരാനായിട്ട് ചാൻസ് എടാ, കാരണം നീ പറയണത് പോലെ നല്ല താഴ്ച മാത്രമല്ല, അവിടുന്ന് ആന ഇങ്ങോട്ട് നീന്തി വരണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഈ ഡാം ഈ സൈഡിലായിട്ട് ആ സൈഡിലായിട്ടാണോ? ഈ ഡാം ഇതാണ് അവസാന ഭാഗം. എടാ ഇത് തുടക്കം. ഇത് തുടക്കോ? ഇതാണ് തുടക്കം. ഏത് അഞ്ചുരുളിന്റെയോ? അഞ്ചുരുളി ടണലിന്ന് വെള്ളം വന്ന് ചാടി. ഇത് അഞ്ചുരുളി ടണല് ഈ മലയുടെ സൈഡില്. മനസ്സിലായി, കണ്ടു. അഞ്ചുരുളി ടണല്. പിന്നെ ആ കാണുന്നത് ഒരു ഉറവയാ. ആ സൈഡിൽ തന്നെ ഉള്ളത് അതൊരു പുഴയാ. അവിടൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഇത്. ഇതിങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നോണ്ട് ഇത്രയും ആവുന്നു. അങ്ങനെയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അഞ്ചുരുളി ടണലിലേക്ക് പോണെങ്കിൽ കട്ടപ്പന കൂടി ചുറ്റണോ അല്ലേ? ബോട്ടിങ് നടത്തുന്ന സ്ഥലം നിനക്കറിയോ? നീ അന്ന് ടിക്കറ്റ് ഒക്കെ പാർക്ക് പോലെ, ആ പാർക്കിന്റെ അവിടെ നിന്ന് കാണുന്ന ഇടുക്കി ഡാം, ആ ഡാമിൽ നിന്ന് കയറി കിടക്കുന്ന വെള്ളമാണ് ഇത്രയും കയറി കിടക്കുന്ന കിലോമീറ്ററുകളോളം. പണ്ടൊക്കെ ഇതിനടിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. കൃഷി സ്ഥലവും ഒക്കെ. പിന്നെ ഇതിങ്ങനെ ഡാമാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളം കയറി അവരുടെ ഇതൊക്കെ പോയതാണ്. ഈ പുളിക്കച്ചേട്ടത്തി ഇല്ലേ, സിബിയയുടെ വല്യമ്മച്ചി, അവരിരുന്ന് പറയുന്നേക്കാം. അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ, 98 വയസ്സുകളുണ്ട് അവർക്ക്. അവരിരുന്ന് പറയുന്നേക്കാം പണ്ടൊക്കെ ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നേ. ആന ഇപ്പോഴും ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് കയറാറില്ലെന്നുള്ളൂ. എടാ ഇങ്ങോട്ടേക്ക് ആന ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഇവിടെ താഴെ കുടിയിലെല്ലാം ആൾക്കാരൊക്കെ വന്നതിന് ശേഷമാണ്. താഴെ വല്ല ബിൽഡിംഗ് ഉണ്ട് അവിടെ? അവിടെ എന്തോ കാണുന്ന ഒരു ഷീറ്റ് കാണുന്നുണ്ട്. അംഗൻവാടി ഉണ്ട്. ഏത് ഇതിനകത്ത്? ഈ കാട്ടിലോ? ഇതിനകത്ത് അംഗൻവാടി ഉണ്ട്. ഇവിടെ അംഗൻവാടി ടീച്ചറായിട്ട് നിൽക്കുന്നത് നമ്മുടെ താഴെ നിർമ്മലാ സിറ്റിയിലുള്ളൊരു ചേച്ചിയാ. പക്ഷെ ഒറ്റൊരു കാര്യമുള്ളൂ, വഴിയും ഇതും കാര്യങ്ങളൊന്നുമില്ല. അതെ. അപ്പൊ ഈ അംഗൻവാടിയിൽ പിള്ളേരും ഉണ്ടോ? അവിടുത്തെ പിള്ളേരുണ്ട്. ഓ, അവിടത്തെ പിള്ളേര്. മന്നാം പിള്ളേരില്ലേ, ട്രൈബൽ പീപ്പിൾസ്. തലതെറിച്ചതെന്ന് പറഞ്ഞ ആ ചേച്ചി പറയുന്നത് കേൾക്കണം. ഓരോന്നൊക്കെ കഞ്ചാവ് വരെ അടിച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് പറയും. നഴ്സറി പഠിക്കുന്ന പിള്ളേരോ? യോഗവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കും. ഇവർക്ക് മറ്റേ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കാണും. നല്ല ബോധത്തോടെ വന്നേന്ന്. അന്നേരം വന്നിരിക്കുന്നത് ഓരോന്നിന്റെ കണ്ണൊക്കെ കാണുമെന്ന് ആ ചേച്ചി പറയുന്നേക്കാം. എടാ, ഞാനൊരു ദിവസം ഇവളുടെ അപ്പം പറഞ്ഞേച്ചിട്ടേ, ഏതൊരു അന്ന് ഏതായി ഞാൻ ആ ബൊലേറോ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നിന്റെ അളിയമ്പുള്ളിയുടെ അടുത്ത് മാളി ചേച്ചിയുടെ അടുത്ത് അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് എനിക്ക് വഴി തെറ്റിപ്പോയി ഓർക്കുന്നുണ്ടോ? അന്ന് ഞാനും വിനീതും വന്നു കഴിഞ്ഞപ്പോഴത്തേനും കീറുകാരം പോന്നറാ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് താഴ്ച. ഇത് റോഡാന്ന് വിചാരിച്ചോ, ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു തിട്ട എങ്ങനെയാണോ അതുപോലെ തന്നെ. വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ല. കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കിടുങ്ങി. വഴി തീർന്നു. പിന്നെ ഫുള്ളും കല്ലിട്ട വഴിയായി.
എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ചങ്ങ് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ബൈക്ക് വെച്ചേക്കുന്ന ഒരു ചക്കയുടെ സ്പേസ് ഉണ്ട്. കറക്റ്റ് ആ ബൊലേറോ വിട്ട് ഒരു 10 തവണ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചെടുക്കാൻ പാകത്തിനുള്ളത്. അങ്ങനെ ഞാൻ ഓടിച്ചെടുത്ത് കഴിച്ചിലായി. അതും രാത്രിയിലും കൂടിയായി. വഴി അവിടം വരെ ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അതിന്റെ അകത്തോട്ട് ഇനി വേറെ വഴി ഇല്ലാന്ന്. അതിന്റെ അകത്തോട്ട് പിന്നെ ഉള്ള വഴി എന്ന് വെച്ചാൽ നടന്നു വേണമെന്ന്. അല്ല, കാര്യം പറഞ്ഞു തന്നപ്പോ എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചു. എനിക്കിപ്പോ ഉണ്ടല്ലോ ഈ കുരിശുമല കയറിയിട്ട് ഇറങ്ങി വന്നൊരു ഫീലിങ് ഇവിടെ ഇരിക്കുമ്പോൾ. ഒരു മഴയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ആനുവൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു മഴ പെയ്യും, ആ ഒരു ഫീലിംഗ് ഒക്കെ തോന്നും. ഒന്ന് മിണ്ടാണ്ടിരുന്ന് നോക്കിയോ, ഫുള്ള് ഭയങ്കര കിളികൾ വെച്ച. ഞാൻ അപ്പുറം താഴെ വന്ന് നിന്നപ്പം നല്ല രസമുണ്ടായിരുന്നു. താഴേക്ക് ഫുള്ള് കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പോഴും ഒന്ന് മിണ്ടാണ്ടൊന്ന് നോക്കി. ഒറ്റയ്ക്ക് വന്നിരിക്കാനായിട്ട് പറ്റിയ സ്ഥലം. മൈൻഡൊക്കെ സെറ്റാക്കാം. ഒരു ഓൾഡ് മങ്ക് ഒരു പൈൻ്റ് ഫുള്ളോ ഉണ്ട്. എന്നാ സെറ്റാന്നത്. ഒരു ഓൾഡ് മങ്ക് പൈൻ്റ് വാങ്ങിച്ച്. ഓൾഡ് മങ്ക് പൈൻ്റ് ഉണ്ടോടാ? പൈൻ്റ് ഇല്ലെങ്കിൽ ആ വൈൻ്റൊക്കെ കാണും. ഒരു ശകലം എടുത്ത് അങ്ങ് ഒഴിക്കുക, ലേശം വെള്ളം ഒഴിക്കുക, ഗ്ലാസ് കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു സിപ്പ് അടിക്കുക, അന്തസ് സെറ്റ് വൈബ്. അത് ഈ ഇടുക്കിടാന്ന് നോക്കി വെള്ളം കയറിയിരിക്കുന്നത് കണ്ട് അന്തസ്. പോരാത്തിന് വേറെ ആരും അന്തസ്സായിട്ട് തോന്നുന്നില്ല. കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇടുക്കി ഡാമൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. പറഞ്ഞപ്പോ തന്നെ പൈസ ഇല്ലല്ലോ. നന്നായി പൈസ ഇല്ലാത്ത കട്ടപ്പനയ്ക്ക് മുമ്പേ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എടാ, ലൈഫ് ഓഫ് ജോസൂട്ടി ഇല്ലേ? ലൈഫ് ഓഫ് ജോസൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഏത്? ആ കാണുന്ന തുരുത്ത്. നമ്മൾ അവിടെ പോവാന്ന് പറഞ്ഞില്ലേ? ഈ തുരുത്താ? നീളത്തിലുള്ള അവിടെ മുഴുവൻ സെറ്റ് ഇട്ട ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ മറ്റേ ആ വീട്, ആ വാഴത്തോട്ടം, മറ്റേ സുരാജ് ഓട്ടോറിക്ഷ കൊണ്ട് ഇടിച്ചു നിർത്തുന്ന സ്ഥലം. എന്താ പറഞ്ഞ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, വാഴ വെക്കട്ടെ. ആ ഡയലോഗൊക്കെ. പിന്നെ അവൻ മറ്റേ അവൻ്റെ കാമുകി കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവൻ സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന സ്ഥലമൊക്കെ, അതൊക്കെ ഈ കാണുമ്പോൾ നമുക്കൊരു 6 പോലല്ലേ തോന്നത്തുള്ളൂ. അതൊക്കെ ഇതാ ഈ സ്ഥലമാണ്. ഒരിടയ്ക്ക് ഷൂട്ടിങ്ങുകാരുടെ ബഹളമായിരുന്നു ഇവിടെ. അവർ വന്നു, ഇവർ വന്നു, ദിലീപ് വന്നു, മഞ്ജു വാര്യർ വന്നു, ഇതൊക്കെയായിരുന്നു. ഇപ്പം ആരും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോഴും കാണുമായിരിക്കും, നമ്മൾ അറിയാഞ്ഞിട്ടായിരിക്കും. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര സംഭവമല്ലേ ഷൂട്ടിങ്ങൊക്കെ. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ ഭയങ്കര സംഭവം. ഇപ്പൊ കൂടുതൽ ഹൈ റേഞ്ച് ഭാഗങ്ങളിലല്ലേ ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ സർവ്വസാധാരണ. ഈ വെള്ളത്തിൽ ഈ കാറ്റടിക്കുന്നതിന്റെ അല്ലേ ഈ പാട് വന്നത് അല്ലേ? ആ ഷെയ്ഡ് നോക്കി. ഇതിപ്പോ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാലോ. എടാ, ഇതിപ്പോ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് ഭയങ്കരമായിട്ട് ഓളമുണ്ട്. നമ്മളിവിടെ ആവുന്നോണ്ട് നമുക്ക് മനസ്സിലാവും. എടാ, ഇവിടെ ഈ താഴെ തന്നെ ശ്രദ്ധിച്ചാൽ കാണാന്നേ. ഇതുണ്ടല്ലേ, ഇവിടെ തന്നെ നോക്കി അറിയാം. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അറിയത്തില്ലാത്തവരെ, ഈ സ്ഥലം പരിചയമില്ലാത്തവരുടെ കൂട്ടത്തിൽ വരരുതെന്നാണ് പറയുന്നത്. പണ്ടൊരു ചെറുക്കന് ഇവിടെ വന്നിങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ചേറിന് അത് താന്നുപോയി. ചത്തുപോയില്ലേ? പിന്നെ ചാവാണ്ട് പാവം. എന്നിട്ട് പിന്നെ ക്രെയിനൊക്കെ വന്ന് പൊക്കിയെടുത്ത് JCB ഒക്കെ വന്നിട്ട്. എങ്ങനെ JCBയും ക്രെയിനും അങ്ങോട്ട് ഇറങ്ങി? എടാ, ഇതുവഴി ഇറങ്ങി നല്ലടാ, കാഞ്ചിയാർ വഴി വരാടാ. ഇപ്പൊ ഇതുവഴി വഴിയൊക്കെ ആയിട്ടുണ്ട്. ഏത് ഈ താഴെയോ? എടാ, സത്യമായിട്ടും നേരത്തെയൊക്കെ ആയിരുന്നു നടന്നൊക്കെ വരാം. എന്നിട്ട് വന്ന് പൊക്കിയെടുത്തു. പാവം ഷഡ്ഡി മാത്രം ഇട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അയ്യോ, അതൊക്കെ അതിനകത്തോണ്ട്
എടാ അത് കട്ട് ചെയ്ത് ഇല്ല കേട്ടോ. എടാ അത് കട്ട് ചെയ്യടാ. അത് ഇതിനകത്ത് കാണിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. HCനകത്ത് അങ്ങനെ ആ ചെക്കനെ അങ്ങനെ ഇതിനിങ്ങനെ കോരി അങ്ങനെയൊക്കെ ഇതുണ്ട്. ചേറുണ്ട്, ചുഴിയുണ്ട് ഇതിനകത്ത്. നമുക്കറിയാൻ പാടില്ല. അറിയാവുന്നവർ വന്നാൽ കാര്യമുള്ളൂ. അറിയത്തില്ലാത്തവരും കൂട്ടി വന്നിട്ട് ആ ഇതൊക്കെ ഇപ്പം നീ കണ്ടോ, നീ പറഞ്ഞില്ല ആ തിരമാല അടിക്കുന്നുണ്ടെന്നോ, ചിലപ്പോൾ അവിടെയൊക്കെ വെള്ളം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ താന്നു പോകും. അങ്ങനത്തെ സ്ഥലങ്ങൾ കാണും. അങ്ങനെ വന്ന് പെടുന്നവരും ഉണ്ട്, അല്ലാണ്ട് കുറേ ചാവാനായിട്ട് വന്ന് ചാടുന്നവരും ഉണ്ട്. ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരൊക്കെ ഇല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടെ കണ്ട ഒരു വഞ്ചി എന്തോ കിടപ്പുണ്ടായിരുന്നു ആ സൈഡിൽ. ആ തുരുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു വഞ്ചി കിടപ്പുണ്ടായിരുന്നു. വഞ്ചിയൊക്കെ അവിടെ മീൻ പിടിക്കുന്നവരുണ്ട്. വിന്യാസിനൊക്കെ ഏതൊരു വർഷം പോയി മീൻ പിടിച്ചായിരുന്നു. പക്ഷേ വേറെ പുറത്തുനിന്നുള്ളവർക്ക് വന്ന് മീൻ പിടിക്കാൻ പറ്റത്തില്ല. അലോടെ അല്ലല്ലേ? ഇല്ലില്ല, ഇതിൻ്റെ അകത്തുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതങ്ങനെ നിയന്ത്രണമൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ഏരിയ. നല്ലൊരു കാറ്റ്, തണുക്കും, കുളിര് വരുന്നു. എടാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, വന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലത്തെ ഒരു സമയത്ത് ഇവിടെ കയറി വന്നേ. അന്ന് ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും മഴക്കാറില്ല, പക്ഷെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. അന്ന് മറ്റേ ഈ നമ്മൾ ഇത് പണ്ടത്തെ കാലത്ത് ഈ അശരീരിയൊക്കെ കേൾക്കുന്നെന്ന് പറയുന്നവരുണ്ടല്ലോ, ആ ഒരു ഏരിയ ഇങ്ങനെ സൂര്യൻ നിൽക്കുക കാർമേഘം കൊണ്ട്, അതിനകത്ത് കൂടെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ താഴോട്ട്, നല്ല രസമായിരുന്നത്. ഓർമ്മയുണ്ടോ? ആ ഓർമ്മ കാണത്തില്ല. പക്ഷെ ഇവിടുന്ന് സൂര്യാസ്തമയം കാണാനായിട്ട് നല്ല കാർമേഘം കയറിയിട്ടുണ്ടല്ലേ. മഴ പെയ്യോടാ? മഴ പെയ്യത്തില്ല. ചിലപ്പോൾ ഇതിങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. ഇനി പെയ്താലും രാത്രി സമയം എന്താവാൻ 4:45. 4:45 പക്ഷെ ഒരു 5:30 ആയ ഒരു ഫീലല്ലേ. മഴപ്പുല്ല് പറക്കുന്നുണ്ട്. മഴപ്പുല്ല് മാനത്ത് കൂടെ കണ്ട മഴ പെയ്യുന്നു. പണ്ടൊക്കെ ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, വലിയ രസം. ഒരു സുഖമില്ലെന്നില്ലേ സത്യം. പക്ഷെ എന്നാലും കൊള്ളാം. എനിക്ക് ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ നാട്ടിലെ മറ്റേ ആ കുമരക സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. നല്ല രസമല്ലേ കാണാൻ, കായൽ. എനിക്ക് അതിലും വേറെ ഇവിടെ തന്നെ ഇടുക്കി തന്നെ. ഇടുക്കിയിൽ എന്താണ്? ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ എനിക്ക് ഈ മലയോടും കുന്നിനോട് അതിനോടൊക്കെ ഉള്ളതിനേക്കാൾ താല്പര്യം എനിക്ക് കടല്, ബീച്ച്, കായൽ. എന്നറിയോ, നിങ്ങൾ ഇടുക്കിക്കാരെ മര്യാദ കാണാത്തോണ്ടാ. അങ്ങനല്ലടാ, പക്ഷെ ഇടുക്കിയിൽ കടലില്ലല്ലോ, കായലില്ലല്ലോ. ഈ എറണാകുളം പോയി കഴിഞ്ഞാൽ അവിടെ മലയില്ല, കാടില്ല. അതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര സംഭവമായിട്ട് തോന്നും, ഇവിടെ ഉള്ളവർക്ക് അവിടെ പോകുമ്പോൾ അവിടെയും ഭയങ്കര സംഭവമായിട്ട് തോന്നും. ശരിയാ, എന്നാലും എനിക്ക് ഇടുക്കി ഇഷ്ടമൊക്കെ കേട്ടോ. ഒരു തണുപ്പ് ചേട്ടൻ തന്നെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇടുക്കി. അവൻ പറഞ്ഞ ഒറ്റയ്ക്കൊക്കെ വല്ല കാട്ടിലും പോയി കയറി ചത്തു കഴിഞ്ഞാൽ അറിയത്ത് പോലും ഇല്ല. കാര്യല്ലേ പറഞ്ഞേ, നേരത്തെ പറഞ്ഞില്ലേ എവിടെ ഒരുത്തൻ ചത്തു വല നടന്നു. എടാ അയാള് ചാവാൻ വേണ്ടി തന്നെ വന്ന് വിഷം അടിച്ച് ചത്തതാ. അതാ പറഞ്ഞത്, ഒറ്റയ്ക്ക് വരുമ്പോ ഒരു മൈൻഡിൽ അങ്ങനെ. ഇവിടെ ഈ പുല്ലൊക്കെ കരിഞ്ഞു നിൽക്കുന്നോണ്ട് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പുല്ലൊക്കെ ഉള്ള സമയത്ത് ഒരു 6 മണിക്കൊക്കെ ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് വല്ല പന്നിയും കുത്തിയിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ശരി കേട്ടോ. പിന്നുണ്ടല്ലോ രാത്രി 6 മണിക്ക് ശേഷം ഒന്നും ഇവിടെ ഞാൻ നിൽക്കാൻ മതി മതി മതി, നിർത്ത്. പ്രേതത്തിന്റെ പറയാവും വീഡിയോ. അയ്യോ.
പക്ഷെ ഉണ്ടെന്നാട്ടോ എല്ലാരും പറയുന്നത്. എന്നത് പ്രേതോ? ആ സത്യമായിട്ടും അവിടെ പിന്നെ ഇത്രയും പേരൊക്കെ മരിച്ചല്ലേ, ഗതി കിട്ടാത്ത കുറേ ആത്മാക്കളൊക്കെ കഴിഞ്ഞിട്ട് പോവാണോ? പേടിക്കണ്ട, ഇവിടെ ഇരിക്കും. എടാ പേടിക്കണ്ട, അവിടെ ഇരിക്കാൻ. ഒരു കാലിന് മാത്രം ചരട് കൊള്ളില്ല, നമുക്ക് 2 കാലിലൂടെ കിട്ടിയാലോ? 2 മുത്തൂടി ഇടാം നോക്കിയടാ, അല്ലേ? ഒരു കാലിന് മാത്രമായിട്ട് ഒരു ചരട് രസമില്ലല്ലോ. നീ എൻ്റെ വെട്ടം കുറഞ്ഞു തുടങ്ങി കേട്ടോ, ഇരുട്ടായി തുടങ്ങി, ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അതെ, ആ കമ്പും കോഴി ഈ കമ്പും കോലുവോ? അത് കഴിഞ്ഞ വർഷം ഷെഡ് വെച്ചതിന്റെ പാതി അവിടെ സ്മാരകമായിട്ടിരിക്കുന്നു. ഇനി ഈ വർഷം വേറെ വെക്കും. എൻ്റെ അമ്മോ, പോണോ അപ്പം? എപ്പുറത്തോട്ടടാ? ആ അങ്ങോട്ടേക്ക് പോവാം. വേണ്ട, തിയേറ്ററൊക്കെ ഉണ്ടോ അവിടെ? പുക തന്നെ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഏതൊരു മലയിൽ മല മൊത്തം ഫുള്ള് നിന്ന് കത്തുവാ. നിങ്ങൾ ഇതിലായിരുന്നു ഇറങ്ങി വന്നേ, അല്ല കയറി വന്നേ? ആ ഞാൻ ഈ കാട്ടിൽ കൂടി കയറി വന്നിട്ടുണ്ട്. പാൻറ് മൊത്തം, ഞാനത് നോക്കിയില്ല, പാൻറ് മൊത്തം കരിയായി. എൻ്റെ ഈ ഡ്രസ്സിനകത്തും കരിയായി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. തൊടുപുഴയില്ലല്ലോ, കോടിക്കുളം ചെല്ലണ്ടേ, വിനീതിനെ കൂട്ടണ്ടേ? ആ ഞാൻ എന്നിട്ട് വണ്ടി കൊണ്ട് പോകും. വണ്ടി എനിക്ക് ഇനി പോയി സർവീസ് ചെയ്യാൻ കൊടുക്കണം. നീ 1 കൊല്ലം കൂടി ഉണ്ട്. തേയിലച്ചെടി, ദിസ് ഈസ് ദ തേയിലച്ചെടി. ഇതിൻ്റെ കിളുന്തലയിൽ എടുക്കണേ. ഇതെന്നാ കായ? വീഡിയോ എടുത്തിട്ട് ഇറങ്ങുന്ന സൂക്ഷിക്കണം. ഞങ്ങൾ പണ്ട് ഇതിലൊക്കെ എല്ലാം പൊട്ട് പേരൊക്കെ. കാട്ടിക്കിടക്കുന്ന പേരയ്ക്ക് പറമ്പിൽ നിൽക്കുന്നതിന് ചെയ്യുന്നില്ല, സ്വന്തം പറമ്പിൽ നിൽക്കുന്നതിന് ഒന്നും ഇട്ട് കൊടുക്കണില്ല. എന്നിട്ടാണ് വലിയ പേര് വലുതാകത്തില്ലല്ലോ. ഇത് ഇത്രയല്ലേ അല്ല, ഇതിലും വലുതാകുമായിരിക്കും. എങ്ങോട്ടാ? ഇത് പിഞ്ച് പേരയ്ക്ക. ചേച്ചി ചുമ്മാ ഇരിക്കുമ്പോൾ പേരക്കൊക്കെ പറിക്കാനായിട്ട് കയറി വന്നേ. ആ എന്തിനെ? പാമ്പ് കൊടുത്തോ? സാമൂഹ്യ വിരുദ്ധരോ? വെറുതെ പറമ്പിൽ നിന്ന് പേരക്ക പറിച്ചത് സാമൂഹ്യ വിരുദ്ധരാവും. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ എപ്പോഴും ആൾക്കാർ കാണും. ഞങ്ങൾ അതുകൊണ്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാറില്ല. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലം നല്ല ഇത്. പണ്ട് ഞങ്ങളുണ്ടല്ലോ, കൊറോണ ടൈമിലുണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് മടുത്തിട്ട് അഞ്ചുള്ളി മേട് കാണാനായിട്ട് പോകുന്നേ. എന്ത് കാണാൻ? ഇവിടെ അഞ്ചുള്ളി മേട് കാണാനായിട്ട് പോകുന്നു. എടാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പോലീസുകാർ. ഞങ്ങൾ എന്നിട്ട് ഈ വീടിന്റെ പുറകിക്കൂടെ ഏതൊക്കെയോ ഒരു കാട്ടിക്കോടൊക്കെ ഇറങ്ങി വീടിന്റെ മുറ്റത്ത് ചെയ്യുന്ന അവസാനം. അല്ല അതിനിപ്പോ എന്നാ? മാസ്ക് ഇല്ല കയ്യില്. ഓ കൊറോണ സമയത്ത് പറ്റുമോ? ഓ പെറ്റി അടിക്കത്തില്ലടാ. ആ ഇതല്ലേ ഓമൻ ചേച്ചി. ഓമൻ ചേച്ചി ഇപ്പഴാണ് പണി കഴിഞ്ഞ് വരുന്നേ.
കൊച്ചു വീണല്ലേ ആ അപ്പൊ ഇനി ഒന്ന് കാണാൻ കയറിയതാ. ആണോ? ഇതെന്റെ അനിയൻ. അത് പിന്നെ അറിയാലോ. ഞങ്ങള് ചുമ്മാ ഇവിടെ കാണാൻ വേണ്ടി കേറി വന്നാ. ഇതാ ഒരെണ്ണം പറിച്ചു വെക്കുന്നോ ചെവിയില്? നല്ലല്ലേ, ചുമ്മാ വെക്ക്. കൊള്ളാല്ലേ വീട്? നല്ല ഡ്രസ്. അമ്പലം അല്ലല്ലോ വീടല്ലേ ഇത്? ഈ വീടിനകത്ത് ഇതൊരു ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അത് തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് നോക്കാൻ സമയം കഴിഞ്ഞിട്ടാണോ അവരിത് പണിതിട്ടിട്ട് പോയി, ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥര്. എന്നിട്ട് പിന്നെ ഉള്ള കള്ളുകൂടിയന്മാരെല്ലാം കയറി കള്ളും എന്നിട്ട് പക്ഷെ ഇത് അടച്ചു പൂട്ടിട്ടേക്കോണ്ടോ? എന്നിട്ട് പിന്നെ അവര് ആ ഗ്രില്ല് ഇട്ടതാടാ അതിന് ശേഷം. പിന്നെ ഫ്രണ്ടിൽ ഇതേ നല്ല മതിയായ വ്യൂ ആണ് മോനെ. ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ. അതെ, നീ മരീച്ചിട്ട് ഇവിടെ ഉള്ളേ. എന്നിട്ടോ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കളിക്കുവോ? മുള്ളമന്നിയോ? മുള്ളമന്നി ഉണ്ടോ ഇവിടെ? നമുക്ക് കുറച്ച് നേരത്തെ വരായിരുന്നല്ലോ, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിരുന്നു. ഏത് ഈ ആള് നനപ്പില്ലാത്തോടത്തോ? മിഷ്യൻ പിരിവിനോ? ഒരു കൂട്ടം പിള്ളേര് വരും. എടാ ഇതിന് താഴോട്ടൊക്കെ വീടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്ന് നമ്മുടെ വീടിന്റെ അതിലേക്ക് ഇറങ്ങി പോകാനോ അങ്ങനെ ഇരുന്ന. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ പേരക്കൊക്കെ പറിച്ചിരുന്നു. അന്ന് ആ കുളത്തിനകത്തൊക്കെ മീനുണ്ടായിരുന്നു. അതിന് നോക്കി കുളോ? ഏതാ കുളം? ഇതാ കുളം. ഇത് കുളമാണത്? അത് ടാങ്ക് പോലെ ഇങ്ങനെ പണിതിട്ടേക്കുന്ന. തേയില നുള്ളാണ്ടിട്ടിട്ട് വളർന്നേക്കുന്നു. മരം പോലെ ആയല്ലേ. ഈ സാധനം ഇല്ലേടാ? എടാ ഇത് ചില വീട്ടിൽ കാണാടാ, ഇത് ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കൂടെ ഇത്? ഞാൻ അവിടെ ഒരു വീട്ടിൽ ഞാൻ കണ്ടായിരുന്നു. കാട്ടുകോഴിയാണോ? എന്ത് ഞാൻ കണ്ടില്ല. ചുമ്മാ അല്ല, പന്നീന്റെ മണം. നല്ല ഡ്രസ് ഉണ്ടായിരുന്നല്ലേ? എന്തെങ്കിലും നമുക്ക് ആ ബോലേറെ ആയിട്ട് വരായിരുന്നു. ഇതിലെ വണ്ടികൾ പോണല്ലേ? ഓ അങ്ങനെയല്ല, പൊതുവെ പറഞ്ഞാന്ന്. ആന കുത്തിയിട്ടാണോ തടി? ഏത് മരത്തിന്? ഏത് ഈ മരോ? അക്വ അക്വേഷ്യോ എന്നുവെച്ചാ? ഇല്ല, ഇപ്പൊ കിട്ടും. ജോർജേട്ടൻസ് പൂരോ? സിനിമയാ? എടാ കബഡി കളിക്കുന്ന സിനിമ ഇല്ലടാ ദിലീപ്? അത് ഓർക്കണില്ല. മറ്റേ ആ പാട്ടുണ്ടല്ലോ, ഒരു മരണപ്പാട്ട്, ഒടുവിലെ യാത്രയ്ക്കായി. മറ്റേ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ വാട്ടർ ടാങ്കിന്റെ മോളിൽ നിന്നുള്ള പരിപാടിയൊക്കെ ഉള്ളത്. അത് തന്നെ. അതിനകത്ത് അവൻ കറുവേപ്പില നടന്നു. അങ്ങനെ പറ.
അന്നേരം അവൻ മറ്റവൻ പറയുന്നില്ല ഇത് ഒന്നാമത്തെ രാത്രി ഇത് കൊള്ളാലോ, ഇത് അങ്ങോട്ടല്ലോ വഴി, നല്ല വഴി സ്ഥലമായിരുന്നല്ലോ. വേണ്ട അതേ വഴി കാണാൻ നല്ല രസം. ശേ എന്നാ പിന്നെ നമുക്ക് ആദ്യം ഇങ്ങോട്ട് വന്നാൽ മതി, എന്നിട്ട് അങ്ങോട്ട് കയറി പോയി. വലിയൊരു ഓർമ്മയുണ്ട്. നിക്ക് 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 പറയില്ലേ 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 ആ പറ. അത് എടാ വീഡിയോ പിടിക്കാൻ കൊണ്ടുവരത്തില്ല, അയ്യോ വീഡിയോ കട്ട് ചെയ്യും. എടാ വീഡിയോ കട്ട് ചെയ്യണം. ഇങ്ങോട്ടൊക്കെ സ്ഥലം ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അമ്മയൊക്കെ പണിയാവുന്ന ചിലപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും. ഇങ്ങോട്ടേക്ക് ആനയൊന്നും ഇറങ്ങൂല്ലോ. സൂപ്പർ. ഓ ഇത് അങ്ങോട്ടല്ലേ വഴി. ആ ഓ പറിക്കാറായതാണോ? ആ ഈ കിളുന്തലയല്ലേ പറിക്കണേ? ഇവിടെ ഇരുന്നാ ക്യാമ്പ് ഫയർ നടത്തി പാറയുടെ നടുക്കായിട്ട്. ഈ പാറയാ? ആ സെറ്റപ്പാട്ടോ. ആ വഴി അങ്ങോട്ട് ഇനി ഉണ്ടല്ലോ. അവിടെ നീലക്കുറിഞ്ഞി പൂത്തതാ. ഇവിടെയോ? ആ സൈഡിൽ അവിടെ ആദ്യമായിട്ട് പൂത്ത. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വല്ല ഇവിടെ പൂത്തേ. ഇവിടെ ക്യാമ്പ് ഫയർ കിട്ടും. ആ അപ്പൊ എല്ലാവരും ഇതിൽ കൂടെ ഇങ്ങനെ ഇരുന്നു. സെറ്റ്. ആ ബെസ്റ്റ്. അപ്പം ഇതൊരു ഇങ്ങോട്ട് കയറി വന്നിട്ടില്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ ക്യാമ്പ് ഫയർ കിട്ടാൻ വിവരം അറിയും. കാറ്റടിച്ച് എന്തെങ്കിലും തീപ്പൊരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മൊത്തത്തിൽ നിന്നങ്ങ് കത്തും. പോവാം.
ഇനി നമ്മളങ്ങോട്ട് ഇനി നമ്മളെ വീട്ടിലോട്ടല്ലേ? എന്താ പേരക്കാണോ? ഇവിടുത്തെ ചില പേരക്കുകളൊക്കെ അത്രയൊക്കെ തന്നെ രുചിയായിട്ടുള്ളൂ. എന്നാ കയ്പാണോ? കടിച്ചാ ഏക്കുന്നില്ലടാ. ഓ ചേട്ടയുടെ തല്ലിട്ട് ആ നല്ല പേരക്കായിരുന്നു കേട്ടോ. കാണിച്ച് നോക്കട്ടെ. ഇതൊന്നും ആയില്ലല്ലോ. കുറച്ച് കയ്പായിട്ട് വേണല്ലേ? പ്ലാവ്, ഇത് പ്ലാവല്ലല്ലോ ഇത്. ആ ഇത് മറ്റേ അത് പ്ലാവല്ലേ? അതിനകത്ത് പ്ലാവും ഉണ്ട്, കോഫിയും ഉണ്ട്. ഇത് മറ്റേ സാധാ കാപ്പിയല്ലേ? ഇത് ബ്രൂ കോഫീൻ്റെ അല്ലേ? വേണ്ട പേരൊക്കെ നിൽക്കുന്നു ഇതിനകത്തുണ്ടോ മുകളില്? ആ അല്ലേ അല്ലേ? അതൊന്ന് ചായച്ചോടാ. നീ ആ ക്യാമറ ഇങ്ങനെ സൂര്യൻ വന്നോ പോയി ചായച്ചോ. എന്നാ പോയേക്കോ. എടാ അത് പിഞ്ചാടാ. പോയേക്കോ. പോയേക്കാം. നല്ല പച്ച കളറല്ലേ?